നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. കോൺഫിഡൻസ് ഉള്ള ആളുകളിൽ കാണുന്ന ചില സ്വഭാവങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകളിൽ കാണുന്ന ചില സ്വഭാവങ്ങളാണ് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത്തരം സ്വഭാവങ്ങൾ നമ്മളിൽ ഉണ്ട് എങ്കിൽ അത് മാറ്റിയെടുത്തുകൊണ്ട് പകരം കോൺഫിഡൻസ് ഉള്ള ആളുകളിൽ കാണുന്ന സ്വഭാവങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകളിൽ കാണുന്ന ചില സ്വഭാവങ്ങളിൽ ഒന്നാമതായി, അത്തരം ആളുകൾ തങ്ങളുടെ വീക്ക്നെസ് ഇങ്ങനെ പലരോടും പറയുന്നു. എനിക്ക് എൻ്റെ കുറവുകൾ പറയാൻ മടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ വലിയ ആളുകളായിക്കൊണ്ട് അവരുടെ വീക്ക്നെസ്സുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കും. അപ്പോൾ പൊതുവെ അത് കേൾക്കുന്ന ആളുകൾ ഇദ്ദേഹം പൊതുവെ ഒരു വീക്കായിട്ടുള്ള ആളാണ് എന്ന ഒരു തോന്നലാണ് അവരുടെ മനസ്സിലുണ്ടാകുക. മാത്രമല്ല, ബന്ധത്തിൽ വല്ല വീഴ്ചയും പറ്റിയാൽ അത്തരം വീക്ക്നെസ്സുകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും അല്ല എങ്കിൽ ഒന്നുമല്ലാതാക്കാനും അത്തരം ആളുകൾക്ക് കഴിയും. അതുകൊണ്ട് കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾ തങ്ങളുടെ വീക്ക്നെസ് മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കും എന്നാണ്. അത് നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നമ്മുടെ വീക്ക്നെസ്സുകൾ ആരോടും പ്രത്യേകം പറയേണ്ടതില്ല. സാഹചര്യം ഉണ്ടെങ്കിൽ അവരറിയട്ടെ, അറിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല എന്ന ഒരു മനോഭാവം മാത്രം മതി. അല്ലാതെ അതിങ്ങനെ പറഞ്ഞ് എനിക്ക് ആ കുറവുകളുണ്ട്, ഈ കുറവുകളുണ്ട് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞ് നടക്കാതിരിക്കുക. കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾ പൊതുവെ മറ്റുള്ളവർക്ക് ഫേക്ക് കോംപ്ലിമെന്റുകൾ നൽകും. യാതൊരു കാരണവുമില്ലാതെ ഒരാളാണ് കാണുമ്പോൾ എൻ്റെ മുടി നല്ല ഭംഗിയുണ്ട്, നിന്റെ ശരീരം, നീ നല്ല ബോഡി ഫിറ്റാണ്, ഒരു യാഥാർത്ഥ്യവും ഇല്ലാതെ നീ നല്ല സുന്ദരനാണ്, സുന്ദരിയാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ നമ്മൾ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കോംപ്ലിമെന്റുകൾ നൽകും. ഇങ്ങനെ നൽകുമ്പോൾ നമ്മുടെ എതിർവശത്തുള്ള ആളുകൾക്ക് കൃത്യമായി ബോധ്യപ്പെടും. കാരണം ഒരാളെ കണ്ടുകൊണ്ട് നീ നല്ല ഉഷാറാണ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ ഒരു ധാരണയുണ്ടാകും. പക്ഷെ അതിനപ്പുറത്തുള്ള കോംപ്ലിമെന്റുകൾ നൽകുമ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് ഇതെന്നെ വീഴ്ത്താനുള്ള ഇദ്ദേഹത്തിൻ്റെ അടവുകളാണ്, ഇദ്ദേഹം കള്ളം പറയുകയാണ് എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കും. അപ്പോൾ പൊതുവെ നമ്മളൊരു വീക്കായിട്ടുള്ള പേഴ്സണായിട്ടാണ് അവർ നമ്മളെ വിലയിരുത്തുക. അതോടൊപ്പം ഈ വീക്കായിട്ടുള്ള ആളുകൾ, കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾ എല്ലാ സമയത്തും നെഗറ്റീവായി അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. നെഗറ്റീവ് സെൽഫ് ടോക്കുകൾ നടത്തുന്ന ആളുകളാണ്. എന്നെ കൊണ്ടൊന്നും അതിന് പറ്റില്ല, എനിക്കൊന്നും അതിന് കഴിയില്ല, ഞാനൊന്നും അത്ര പോന്ന ആളല്ല, എനിക്ക് അത് കുറവാണ്, എൻ്റെ ശരീരത്തിൽ ഇന്നാലിൻ്റെ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് നല്ല ബോഡി ഷേപ്പില്ല, ആളുകൾക്ക് മുന്നിൽ പോയാൽ ആരും എന്നെ അംഗീകരിക്കില്ല, അല്ല എങ്കിൽ ഒരു പുതിയ പദ്ധതി തുടങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് എങ്കിൽ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന അർത്ഥത്തിൽ നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കുകൾ പൊതുവെ ഈ കോൺഫിഡൻസ് കുറഞ്ഞ സ്വഭാവക്കാരിൽ നാം കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉള്ള ആളുകൾക്കും പൊതുവെ കോൺഫിഡൻസ് കുറയും. അത് അവരുടെ സമയത്തെ കൊല്ലും, അവരുടെ പ്രവർത്തനക്ഷമതയെ, പൊട്ടൻഷ്യലിനെ ഒക്കെ നശിപ്പിക്കും. ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ള ആളുകൾക്ക് പൊതുവെ അവർക്ക് ഈ കോൺഫിഡൻസ് കുറവായിരിക്കും. പിന്നെ കോൺഫിഡൻസ് കുറഞ്ഞ ആളുകളുടെ മറ്റൊരു സ്വഭാവം എന്ന് പറയുന്നത് അവർക്കൊരു നിലപാടുണ്ടാകില്ല, തീരുമാനം ഉണ്ടാകില്ല. അവർ തീരുമാനങ്ങൾ എടുത്താൽ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ആ തീരുമാനത്തിൽ മാറ്റം വരുത്തും, അവരുടെ നിലപാടിൽ മാറ്റം വരുത്തും. ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയാറില്ല, അവനെന്ത് തീരുമാനമെടുത്താലും നമ്മൾ അവനോട് പറഞ്ഞാൽ അവൻ തിരുത്തും, അതൊന്നും കുഴപ്പമില്ല എന്ന അർത്ഥത്തിൽ ഒരു നിലപാടില്ലാതെ, ഒരു തീരുമാനമില്ലാതെ മറ്റുള്ളവരുടെ വാക്ക് കേട്ടുകൊണ്ട് അല്ല എങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് തീരുമാനങ്ങളും നിലപാടുകളും മാറ്റുന്ന ആളുകളായിരിക്കും ഈ പൊതുവെ കോൺഫിഡൻസ് കുറഞ്ഞ ആളുകൾ. പിന്നെ ഇത്തരം ആളുകളുടെ ഒരു പ്രത്യേകതയാണ് അവർ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കും, സ്വപ്നങ്ങൾ ഉണ്ടാകും, ഗോളുകളൊക്കെ സെറ്റ് ചെയ്യും. പക്ഷെ അങ്ങോട്ട് പോകുന്ന സമയത്ത്, അതിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരും എന്നത് സാധാരണമാണ്. അതിനെ തടുത്ത് നിർത്തുന്ന അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, ത്യാഗ മനോഭാവം വേണ്ടി വരും ഗോൾ അച്ചീവ് ചെയ്യാൻ. അപ്പം അതൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നുമ്പോൾ അവർ സെറ്റ് ചെയ്ത ഗോളിൽ നിന്ന് താഴോട്ട് വന്നുകൊണ്ടിരിക്കും. പ്രധാന ലക്ഷ്യത്തിൽ നിന്ന് അവർ താഴോട്ട് വരും. എന്നിട്ട് അതിന് കുറേ എക്സ്ക്യൂസുകൾ കണ്ടെത്തും. ഉദാഹരണത്തിന് ഒരു പ്രഭാഷകനാകണം എന്ന് വിചാരിക്കുക. പ്രഭാഷകനാകണമെങ്കിൽ ഒരുപാട് വായിക്കണം, ഒരുപാട് പഠിക്കണം, ഒരുപാട് അതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തണം, ഒരു വിഷയത്തെക്കുറിച്ച്
കൃത്യമായി പഠനം നടത്തണം. അതൊക്കെ പ്രയാസങ്ങളാണ്. ചിലപ്പോൾ രാപ്പകലുകൾ ഉറക്കമില്ലാതെ അതിൻ്റെ ഒരു വിഷയത്തിൻ്റെ പുറകെ പോയിക്കൊണ്ട് ഗഹനമായ പഠനങ്ങളൊക്കെ അനിവാര്യമായി വരും. അപ്പോൾ അത് പ്രയാസം വരുമ്പോൾ ഇവർ വലിയ ആ പ്രഭാഷകൻ എന്നതിൽ നിന്ന് താഴോട്ട് വരും. എന്നിട്ട് അവർ ആലോചിക്കും, എന്തിനാ അപ്പം അതിൻ്റെയൊക്കെ ആവശ്യം, നമുക്ക് വേറെ ഏതെങ്കിലും മേഖല നോക്കിയാൽ പോരെ, അല്ലെങ്കിൽ അതിൻ്റെ നേരെ താഴെയുള്ള എന്തെങ്കിലും ആയാൽ പോരെ എന്നൊക്കെ അവരങ്ങനെ ചിന്തിച്ച് പ്രധാന ലക്ഷ്യത്തിൽ നിന്ന്, അവരുടെ ഗോളുകളിൽ നിന്ന് അവർ പുറകോട്ട് വരികയും അതിനവർ കുറേ എക്സ്ക്യൂസുകൾ, കാരണങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. അവരുടെ ആ ലക്ഷ്യത്തിൻ്റെ തീവ്രത കുറയും. മറ്റൊന്ന് ഇവരിൽ കാണുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അവരുടെ മുന്നിൽ ഉണ്ടാകും. അതൊന്നും കാണാതെ നെഗറ്റീവായിട്ടുള്ള വളരെ സില്ലി ആയിട്ടുള്ള ചില കാര്യങ്ങൾ കണ്ട് അതിലങ്ങനെ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ വലിയ വലിയ നന്മകൾ അവരുടെ മുന്നിലുണ്ട് എങ്കിൽ പോലും അവർ കണ്ടെത്തുക അതിൽ ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയല്ലോ. ഒരുപാട് വലിയ ലേഖനം എഴുതി, അതിലൊന്ന് രണ്ട് വാക്കുകളിൽ ചില അക്ഷരത്തെറ്റുകൾ ഉണ്ടായി. ആ വലിയ ലേഖനത്തിന്റെ മഹത്വത്തെ കുറിച്ചൊന്നും ആലോചിക്കാതെ അവർ കണ്ടെത്തുകയോടെയാണ് ഈ അക്ഷരത്തെറ്റുകൾ ഉണ്ടായത്, മറ്റുള്ള കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഈ വലിയ വലിയ കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ, നന്മകളെ ശ്രദ്ധിക്കാതെ, നല്ല ഒരുപാട് കാര്യങ്ങളെ ശ്രദ്ധിക്കാതെ ഓരത്തിലൂടെ പോകുന്ന സില്ലിയായിട്ടുള്ള ചെറിയ ചെറിയ നെഗറ്റീവ് കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് അതിലവർ വേവലാതിപ്പെട്ട്, ഇതിനെക്കുറിച്ച് ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഇതിനെക്കുറിച്ച് എന്തായിരിക്കും ആളുകളുടെ വിലയിരുത്തൽ എന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ ഈ കോൺഫിഡൻസ് കുറഞ്ഞ ആളുകൾ അവരുടെ അപ്പിയറൻസിലൊക്കെ നെഗ്ലക്റ്റ് ചെയ്യും. അവരെങ്ങനെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിലൊന്നും പ്രത്യേകമായി ശ്രദ്ധിക്കില്ല. വസ്ത്രമൊക്കെ അലക്ഷ്യമായ രീതിയിലായിരിക്കും ധരിക്കുക. വസ്ത്രം ധരിക്കുന്നതിൽ പ്രത്യേക മാനേഴ്സ് ഒന്നും അവർ കീപ്പ് ചെയ്യാറുണ്ടാവില്ല. അവരതിലൊന്നും ഒരു പ്രത്യേക ശ്രദ്ധ വഹിക്കാതെ ഉള്ളത് ഇട്ട് ഉടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആളുകളുടെ ഇടയിലേക്ക് പോകുമ്പോൾ തന്നെ നല്ലൊരു അപ്പിയറൻസിനും നല്ല ഒരു രീതിയിലും പ്രസന്റ് ചെയ്യണമെന്ന ബോധമൊന്നും അവർക്കുണ്ടാകില്ല. അവർ പൊതുവെ കോൺഫിഡൻസ് കുറഞ്ഞ ആളുകൾ, ഏതെങ്കിലും തരത്തിലുള്ള ഞാൻ ഏതിട്ടാലും എന്താ ഞാനല്ലേ എന്ന ഒരു സ്വഭാവം അവരിലുണ്ടാകും. അതുപോലെ തന്നെ ഈ കോൺഫിഡൻസ് കുറഞ്ഞ ആളുകൾ എല്ലായ്പ്പോഴും സോറി ഇട്ടാ ഞാനത് അറിയാതെ ചെയ്താണ്, സോറി എൻ്റെ അടുത്ത് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, സോറി അങ്ങനെ എക്സ്ക്യൂസ് ചെയ്തുകൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കും എല്ലാ കാര്യത്തിലും. അവർക്ക് തന്നെ കോൺഫിഡൻ്റ് ഇല്ല, അവർക്ക് തന്നെ അറിയാം ഞാൻ പെരുമാറുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ സംസാര ശൈലി ശരിയല്ല, എൻ്റെ ഇടപെടൽ ശരിയല്ല എന്നൊക്കെ അവരുടെ ഉള്ളിൽ നിന്ന് തോന്നുമ്പോഴാണ് ഈ അനാവശ്യമായിട്ടുള്ള സോറി എന്ന രീതിയിൽ അനാവശ്യമായിട്ടുള്ള ക്ഷമാപണ സ്വരത്തിൽ സംസാരിക്കുക. അത് കോൺഫിഡൻസ് കുറഞ്ഞ ആളുകളുടെ ഒരു വലിയ പ്രശ്നമാണ്. മറ്റൊന്ന്, കോൺഫിഡൻസ് കുറഞ്ഞ ആളുകൾ അവരും മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സദസ്സിൽ ചെല്ലുകയാണെങ്കിൽ എൻ്റെ വസ്ത്രം അത്ര പോരാ, മറ്റുള്ളവർ എത്ര ഭംഗിയായിട്ടാണ് വസ്ത്രം ധരിച്ചത്, അല്ലായെങ്കിൽ അവൻ്റെ ബോഡി ഷേപ്പ് കണ്ടില്ലേ, അവൻ്റെ സംസാര ശൈലി കണ്ടില്ലേ, അവൻ്റെ ഇടപെടൽ കണ്ടില്ലേ, എനിക്കതിനൊന്നും കഴിയില്ല. ഞാൻ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും അവർ ഒറ്റപ്പെട്ട് ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി അങ്ങനെ ജീവിക്കുന്നവരായിരിക്കും. കാരണം അവർ കമ്പയർ ചെയ്യുന്നത് അവരും മറ്റുള്ളവരുമായിട്ടാണ്. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾ യൂണിക്കാണ്. നമുക്ക് നമ്മുടേതായ കഴിവുകളും നമ്മുടേതായ ശരീര ഘടനയും നമ്മുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് നമ്മുടേത് സെപ്പറേറ്റ് തന്നെയാണ്. അത് മറ്റുള്ളവരുമായി നാം ഒരിക്കലും കമ്പയർ ചെയ്യേണ്ടതില്ല. കോൺഫിഡൻസ് കുറഞ്ഞ ആളുകൾ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് തന്നെ മോശപ്പെടുത്തി നെഗറ്റീവ് സെൽഫ് ടോക്കുകൾ നടത്തി ആളുകൾക്ക് ഇടയിൽ കയറി ചെല്ലാൻ മാത്രം പോന്ന ആളല്ല ഞാൻ എന്ന അർത്ഥത്തിൽ അവർ എല്ലാറ്റിൽ നിന്നും മാറി നിൽക്കും. ഇതാണ് ഈ നെഗറ്റീവായിട്ടുള്ള ഇത്തരം കാര്യങ്ങളാണ് കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകളിൽ ഉള്ള സ്വഭാവങ്ങൾ. ഈ സ്വഭാവങ്ങളിൽ ഏതെങ്കിലും നമ്മളിലുണ്ട് എങ്കിൽ നമ്മളത് കൃത്യമായി മാറ്റിയെടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങളുടെ നേർ വിപരീതമാക്കിയെടുത്ത് നമ്മൾ നല്ല കോൺഫിഡൻസോടുകൂടി എല്ലാ കാര്യത്തിനും മുന്നിട്ടിറങ്ങാനുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകളാൽ നിറഞ്ഞ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.